ഗൈസ്, ഈ വീഡിയോ എന്താന്ന് വെച്ചാൽ ഞങ്ങള് ഷിരഡിക്ക് പോണ വീഡിയോ ആണ് കേട്ടോ. ഞാൻ ತುಳುಟುಲ ಪನ್ಪೇವೆ ದಾಯ್ ಪಂಡ ಪಪ್ಪನ ಫ್ರೆಂಡ್ಸ್ ಪೂರ ಪನ್ಪೇರು ಮಲಯಾಳ ಮರ್ತಾ ಪುಜಿಯಿಂದ ಐಕ್ ತುಳುಟುಲ വീഡിയോ മൽത്തിൻ ഉണ്ട് എനിക്കൊരു ഷിരഡിക്ക് പോപ്പിന വീഡിയോവേ. ഇപ്പം ഞങ്ങൾ മാംഗ്ലൂർ ജംഗ്ഷനിലാണ് കേട്ടോ. എങ്കുലിത്തെ മാംഗ്ലൂർ ജംഗ്ഷൻക്ക് ബത്താം. ഈ റെയിൽവേ സ്റ്റേഷൻ ഏത് ഷോക്ക് ഉണ്ടത്തെ ഞങ്ങൾക്ക് 9:30 കേട്ടോ ട്രെയിന്. അഞ്ചെങ്കുലു ട്രെയിൻ എടുക്കില്ല ഗായ്സ്. ഞാൻ എന്തൊക്കെ ട്രെയിനിലിരുന്ന് കളിച്ചോണ്ടിരിക്കായിരുന്നു, മിററും പിടിച്ചിട്ട് പിന്നെ മേലേക്കൊക്കെ നോക്കിയിട്ട് കേട്ടോ. ഇതിപ്പോ രാവിലെ ആയി, പുറത്തൊക്കെ കാണാൻ എന്ത് ഭംഗിയുള്ള സീനറി അല്ലേ ഗായ്സ്. ಇದೇ ಐತೆ ಶೋಕುದ ಸೀನರಿ ಐತೆ ಫಾಗ್ ಪುರಿತನಲ್ಪ ಕೊಂಚಿ എന്തു ഫാർമത്ത് ഫീൽഡിൽ എത്തുന്നുണ്ട്. രാവിലെ ഞങ്ങൾ ചപ്പാത്തിയാണ് കഴിച്ച്. അമ്മ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നായിരുന്നു. അഞ്ചെങ്കുലു തിണ്ടിപ്പുറ തിന്തി ടൈം പാസ് മൽത്തോന്തിത്ത. ഞങ്ങളിപ്പോൾ മന്മാട് വരെ ട്രെയിനിൽ പോവും. അതിനുശേഷം ഞങ്ങൾ ഷിരിഡി വരെ ഞങ്ങൾ ടാക്സിയിൽ പോവും. ഹലോ ഗൈസ്, അപ്പോൾ ഗൈസ് ഞാനിപ്പോൾ ഇന്താദയ്ക്കൊക്കെയാണ് വെയിറ്റ് ചെയ്യണത്. ഇന്താദ വരും ഇപ്പോൾ പൻവേലിൽ കേട്ടോ. ഇന്താദ വരും. ജുമാമയാണോ റെജിമാമയാണോ വരികയെന്നറിയില്ല. അപ്പോൾ ഞങ്ങൾ അവർക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അവർ ഫുഡൊക്കെ കൊണ്ടുവരും കേട്ടോ. പൻവേലിലാണ്. അപ്പോൾ ഗൈസ് അവർ താമസിക്കുന്നത് പൻവേലിലാണ് കേട്ടോ. അപ്പോൾ ഗൈസ് ഞങ്ങൾ ബപ്പയിലെത്തി. എനിക്ക് ട്രെയിൻ ಕುಲೊಂದು എനിക്ക് ಬೋರಾಗೊಂದಿತ್ತು. ಐಕಿಯಾನ ಮಿತ್ತು ಪೋಪುನ್ ತಿರ್ತು ಬರ್ಪುನ್ ಅಂಚ ಸರ್ಕಸ್ ಮಲ್ತೊಂದಿತ್ತೆ. ಅಮ್ಮ ಪಪ್ಪಗೆ ದಾದನಾ ಮಕ್ಕರ್ ಮಲ್ತೊಂದಿತ್ತೆ. ರೈಕ್ ಪಪ್ಪದಲ್ಲಿ ತೋಂದುಲ್ಲೇರು. അങ്ങനെ പൻവേലെത്തി. പൻവേലിക്ക് ജൂമാമ, ഇന്താദ, ദീപികാന്റി, ഉണ്ണിമാമ, റിതു എല്ലാരും വന്നായിരുന്നു കേട്ടോ. പക്ഷെ റെജിമാമ മാത്രം മിസ്സായി. ഇന്താദ ഞങ്ങൾക്ക് ഫുഡ് കൊടുന്നായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് റിതുവിനെ കണ്ടപ്പോൾ നല്ല സന്തോഷമായി. പക്ഷെ അവിടെ കുറച്ചു നേരം നിൽക്കാൻ പറ്റിയുള്ളൂ. ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇന്താദയുടെ ഫുഡ് കിട്ടിയപ്പോൾ ഞങ്ങൾ അടിപൊളിയായിട്ട് കഴിച്ചു. താങ്ക് യു ഇന്താദ. അതിൽ സ്പെഷ്യൽ മോര് വെച്ചേന്. അഞ്ചെങ്കിലും മന്മാഡ് ജംഗ്ഷൻ റീച്ചായ. ಅಂಚೆಂಕಲ್ ಮುಲ್ತುಡ್ದೊಂಜಿ ಟ್ಯಾಕ್ಸಿಡ್ ಶಿರಡಿಗೆ പോകുന്നില്ല. 2 hours ಗಾಡಿ എടുക്കുന്നത് സാക്കാണ്ട്. ഞങ്ങളപ്പോൾ ഭക്തനിവാസ് സ്ഥാനിലാണ് റൂം ബുക്ക് ചെയ്ത്.
ಎಂಕುಲ್ ಪ್ರೀ ಬುಕ್ಕಿಂಗ್ ಮಲ್ತಿನ ಭಕ್ತ ನಿವಾಸಗೆ ಎಂಕುಲ್ ರೀಚ್ ಆಯ. ಮೂಲ ರೂಮ್ಸ್ ಪೂರ ಶೋಕ್ ಇತ್ತೆಡವೆ ಬಕ ബിൽഡിംഗ്ലാ ഗാർഡൻലാ മസ്റ്റ് ഷോക്ക് ഇത്തടെ. ഇവിടുത്തെ റൂംസ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ. എന്നിട്ട് അത് മാത്രല്ല ബിൽഡിങ്ങും പിന്നെ ഗാർഡനും നല്ല സൂപ്പറാണ് കേട്ടോ. तुले मुल्ता सराउंडिंग्स पूरे एक शो कितने ഇത് 3rd ഫ്ലോറിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ ഗാർഡന്റെ. എന്ത് സൂപ്പർ ഫാന്റാസ്റ്റിക് അല്ലേ. ಎಂಕುಲು ಲಗೇಜ್ ಪೂರ ರೂಮ್ ಉಡ್ದಿದ್ದು ಬಕ್ಕ ಚೂರ್ ಪರ್ತ್ ಗಾರ್ಡನ್ ಸ್ಪೆಂಡ್ ಮಲ್ಪರೆ ತಿರ್ತು ಬತ್ತ. ഇത് സായിബാബ ട്രസ്റ്റിന്റെ റൂംസ് ആണ് കേട്ടോ. അത്യാവശ്യം നല്ല ക്ലീൻ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് നല്ല ഹാപ്പിയായി. അങ്ങനെ രാവിലെ 6 മണിക്ക് ഞങ്ങൾ ഫ്രഷപ്പ് ആയിട്ട് റൂമിൽ നിന്ന് ഷിരിഡി ടെമ്പിൾക്ക് പോകാൻ ഇറങ്ങി. ഗുഡ് മോർണിംഗ് ഗായ്സ്. ഞങ്ങളിപ്പോൾ ഷിരിഡിയിൽ തൊഴാൻ പോവാണ് കേട്ടോ. ರೂಮ್ ಹೊಡೆದು ಟೆಂಪಲ್ಗೆ പോയാರೆ ಮುಲ್ ಫ್ರೀ ಬಸ್ ಸರ್ವಿಸ್ ಉಂಡು. ಐಕ್ ಎಂಕುಲ್ ವೆಯ್ಟ್ ಮಲ್ತಂದಿಲ್ಲ. ഞങ്ങൾ സാൻഡൽസും മൊബൈലും ഒക്കെ ലോക്കറിൽ വെച്ചിട്ട് ദർശനത്തിന് വേണ്ടി പോവാണ്. എനിക്കുള്ള ദർശന പുരാത് ബക്ക എനിക്കുലിത്തെ പിതായി ബത്ത ನಾನು എനിക്ക് ಬ್ರೇಕ್ಫಾಸ್ಟ್ ತಿಂದ್ರೆ പോകുന്നില്ല. ഇത് സായിബാബയുടെ ഒരു വലിയ സ്റ്റാച്ചു ആണ് കേട്ടോ. എന്ത് ഭംഗിയാലേ കാണാൻ. ഞങ്ങൾ ഇവിടുന്ന് കുറെ ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടാണ് പോയി. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് നല്ല പാവ് ഭാജിയാണ് കഴിച്ച്. പിന്നെ പപ്പ പോഹ കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് നല്ല സൂപ്പർ ആയിരുന്നു.
ഗൈസ്, അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് ഇതാ ഞങ്ങൾ ശനി ശിഗ്നാപൂർക്ക് പോവാണ്. അതിനുള്ള ബസ്സാണ് കേട്ടോ അത്. അപ്പോൾ ഞങ്ങൾ ശനി ശിഗ്നാപൂർക്ക് പോയ വീഡിയോ ഞങ്ങൾ വേറെ വീഡിയോയിൽ ഇടാം. ഇപ്പോൾ ഈ വീഡിയോയിൽ തന്നെ ഇട്ട് കഴിഞ്ഞാൽ വീഡിയോ നല്ല ലെങ്ത് ആവുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ വേറെ വീഡിയോയിൽ ഇടാം. അങ്ങനെ ഞങ്ങൾ ശനി ശിഗ്നാപൂർക്ക് പോയിട്ട് വന്നു. അതിനുശേഷം ഞങ്ങൾ സായിബാബയുടെ പ്രസാദം ഉണ്ടായിരുന്നു, അങ്ങോട്ട് പോയി. എങ്കിൽ ശനി ശിഗ്നാപൂർ പോതായി ബക്ക എങ്കിൽ താന്ന പ്രസാദ് ദത്തോണ്ട് പോയാ. ಉಂದೆಂಕುಲ್ ಸ್ಟೇ ಮಲ್ಪುನ ರೂಮುದ ಡೇ ವ್ಯೂ ಅವೇ. ಎಂಕುಲ್ ನೈಟ್ ಆನಗ ಚೂರು ಶಾಪಿಂಗ್ ಮಲ್ಪರೆ ಬತ್ತೀನಿ. ಅಲ್ಪ ಹಾಸ್ ಕಾರ್ಡ್ ಸಿತ್ತಡು ಬಕ ಮಸ್ತ್ ಶಾಪ್ಸ್ ಪುರ ಇತ್ತಿಡವೆ. ಎಂಕಲ್ನ ಸ್ಟ್ರೀಟ್ ಶಾಪಿಂಗ್ ದ ವಿಡಿಯೋ ಎಂಕುಲು ಡೇತ ವಿಡಿಯೋಡು ತುಂಬು ಪಾಡಿದ್ದ ಒಬ್ಬರು തുയരത്തി. ഞങ്ങളുടെ സ്ട്രീറ്റ് ഷോപ്പിങ്ങിന്റെ വീഡിയോ കണ്ടല്ലോ അല്ലേ? ഇത് സായിബാബ 60 years താമസിച്ച സ്ഥലമാണ്. ഈ സ്ഥലത്തിന്റെ പേര് ദ്വാരകാമൈ എന്നാണ്. ಎಂಕುಲ್ ಪ್ರತಿ ವರ್ಷ ಶಿರಡಿಗೆ ಬಂದಾಗಲ್ಲ ಈ ಅಂಕಲ್ನ ಶಾಪಿಗೆ ಹೋದು ಬಾದಾಮ್ ಮಿಲ್ಕ್ ಪರ್ಪ. ഗൈസ്, അപ്പോൾ ഇവിടെ ഒരു ബാദാം മിൽക്കിൻ്റെ ഷോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ബാദാം മിൽക്ക് കുടിച്ചു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ എക്സെപ്റ്റ് മീ മാത്രം, വേറെ എല്ലാവരും കുടിച്ചു. ഗൈസ്, ഞങ്ങളുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി ഞങ്ങൾ റൂമിൽ നിന്ന് വെക്കേറ്റ് ആവുകയാണ്. ഇനി ഞങ്ങൾ നേരെ സായിനഗറിലേക്ക് പോവുകയാണ് കേട്ടോ. എങ്കിൾന ഫസ്റ്റ് ട്രെയിന് സായിനഗർ ടു കല്യാൺ ജംഗ്ഷൻക്ക് അവേ ഔ 10:30ക്ക് ട്രെയിൻ. സായിബാബ ബൈ ബൈ, until next time. ಅಂಚೆ ಅಂಕಲ್ ಸಾಯಿನಗರ್ ರೈಲ್ವೆ ಸ್ಟೇಷನ್ಗೆ ರೀಚ್ ಆಯ.
പപ്പ എന്തൊക്കെയേ കഥ പറയാറുണ്ട് കേട്ടോ അവിടെ. കല്യാൺ ജംഗ്ഷൻ എത്തണ വരെ ഞങ്ങൾ സുഖമായി കിടന്നുറങ്ങി. ಎಂಕುಲ್ ಕಲ್ಯಾಣ್ ಜಂಕ್ಷನ್ ನೆಕ್ಸ್ಟ್ ಟ್ರೈನ್ಗೆ ವೆಯ್ಟ್ ಮಾಡ್ತಾ ಒಂದಿತ್ತ. ഫൈവ് ട്രെയിൻ ബത്തിടും. ഞങ്ങൾ രാത്രി സുഖമായി കടന്നുറങ്ങി. അതിനുശേഷം ഞാൻ രാവിലെ 9 മണിക്ക് എണീച്ചു. അതിനുശേഷം പല്ല് തേച്ചിട്ട് പിന്നെ വടപ്പാവ് ട്രെയിനിൽ വന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞാൻ സുഖമായി ಟ್ರೈನ್ಲಿ ಇರಿಕ್ಯಾರ್ನು. ಅವಲ್ತೂಲೆ ಒಂಜಿ ವಾಟರ್ ಫಾಲ್ ಉಂಡು ಅಲ್ಪ ಚೋಕ್ ಉಂಡತಿ. ಅವಿತ ಗ್ಲಾಸ್ ಅಡ್ಡ ಇತ್ತಿನೇಕ್ ಅವು ಆತು ಗೊತ್ತಾಪುಜಿ ವೀಡಿಯೋಡು ಮಾತ್ರ ರಿಯಲ್ ಶೋಕ್ ಉಂಡು. ಅಂಚೆ ಎಂಕುಲು ನೈಟ್ 10:30 ಮುಟ್ಟ ಟ್ರೈನ್ಡ್ ಟೈಮ್ ಪಾಸ್ ಮಲ್ತೊಂದ ಚೂರು സാക്കാവുന്നുള്ള ഇത്തട് ഓക്കെ ബോറാണ്ട് മസ്റ്റ് ഗൈസ്. പിന്നെ ഒരു കാര്യം പറയാണ്ട് കേട്ടോ, ഞങ്ങൾ വീഡിയോ എടുക്കാൻ മറന്നു. ഞാൻ അവിടെ ട്രെയിനിൽ കുറേ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ഒക്കെ വരുന്നുണ്ടായിരുന്നു, ഹെയർ അക്സസറീസ് അങ്ങനത്തെയൊക്കെ. അപ്പോൾ ആ ട്രെയിനിൽ ഞാൻ ചെറുതായിട്ടൊക്കെ ഷോപ്പിംഗ് ചെയ്തു. അപ്പം ഞങ്ങളുടെ ഷിരിഡി വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഞാൻ നെക്സ്റ്റ് വീഡിയോ എടുത്തു